നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ മേയറെ തെരഞ്ഞെടുക്കുന്നതിനായി കോൺഗ്രസിൽ ചൂടുപിടിച്ച ചർച്ച. പ്രധാനമായും പരിഗണിക്കുന്നത് 5 പേരുകൾ. ഇത്തവണ മേയർ വനിതയായതിനാൽ LDF ശക്തി കേന്ദ്രമായ ലാലൂരിൽ ഇടതു മേയർ സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ച ലാലി ജെയിംസിന് കൂടുതൽ സാധ്യത. ബൈജു വർഗീസോ M പ്രസാദോ ഡെപ്യൂട്ടി മേയറാകുമെന്ന് സൂചന. വടനാകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 80% പ്രവൃത്തിയും പൂർത്തിയായി. ജനുവരി അവസാനത്തോടെ ROB നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. LDFനും NDAയ്ക്കും തുല്യ സീറ്റുകളുള്ള പറളിയിൽ UDF നിലപാട് നിർണായകം. മണ്ണൂരിൽ ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടിക്ക് ഉത്തരവാദി CPM എന്ന് CPI. ചേലക്കരയിൽ വിജയാഹ്ലാദ പ്രകടനത്തിൽ ഖുറാൻ ഏടുകൾ ഉപയോഗിച്ച് കിട്ടിയ പടക്കങ്ങൾ ഉപയോഗിച്ചത് വിവാദമാകുന്നു. ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ലക്കിടി മുളഞ്ഞൂരിൽ വയലിലെ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായ കർഷകനായ ബാലകൃഷ്ണൻ. വൈദ്യുതി വേലി സ്ഥാപിച്ചത് പന്നിശല്യത്തെ തുടർന്നെന്ന് സൂചന. ഒറ്റപ്പാലം കണ്ണേപ്പുറത്ത് 30 ലക്ഷത്തോളം വില വരുന്ന മണ്ണുമാന്തി യന്ത്രം തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. 2 പതിറ്റാണ്ടോളം CPI അംഗവും നിലവിൽ പൊൽപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമായ ബാലഗംഗാധരൻ BJPയിൽ. കൂടുതൽ പേർ വിവിധ പാർട്ടികൾ വിട്ട് BJPയിൽ ചേരാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ടെന്ന് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ആശയഘടനയിൽ നിന്നും അകന്ന CPM വ്യക്തികളുടെ പാർട്ടിയായെന്ന് ബാലഗംഗാധരൻ. വാർത്തകൾ വിശദമായി. തൃശൂർ മേയറെ തിരഞ്ഞെടുക്കുന്നതിനായി കോൺഗ്രസിൽ ചൂടുപിടിച്ച ചർച്ച. 5 പേരുകളാണ് പ്രധാനമായി പരിഗണിക്കുന്നത്. ഇത്തവണ മേയർ വനിതയായതിനാൽ എല്ലാവരും സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റുന്നുണ്ടെങ്കിലും ലാലൂരിൽ നിന്ന് വിജയിച്ച ലാലി ജെയിംസിനാണ് ഏറെ സാധ്യത. മാലിന്യ കൂമ്പാരമായിരുന്ന ലാലൂരിൽ കോടികൾ മുടക്കി IM വിജയന്റെ പേരിൽ നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ കരുത്തിലാണ് ലാലൂരിൽ LDF സ്ഥാനാർത്ഥിയായി എഴുത്തുകാരി ലിസിയെ അവതരിപ്പിച്ചത്. LDF ശക്തി കേന്ദ്രത്തിൽ മേയർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയിച്ച ലാലി ജെയിംസിനെ മേയറാക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഒരു വിഭാഗം ഉയർത്തുന്നത്. ശ്യാമള മുരളീധരൻ, നിജി ജസ്റ്റിൻ, ഷീന ചന്ദ്രൻ, വില്ലി ജിൻഡോ, മുൻ ഡെപ്യൂട്ടി മേയർ സുബി ബാബു എന്നിവരുടെ പേരും സജീവ പരിഗണനയിലുണ്ട്. മേയർ വനിതയായതിനാൽ എല്ലാവരും സമ്മർദ്ദതന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. ഡെപ്യൂട്ടി മേയറായി KPCC ഉപഭാരവാഹികളായ A പ്രസാദ്, ബൈജു വർഗീസ് എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത്. പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനം കണക്കിലെടുത്ത് മേയറെ തെരഞ്ഞെടുക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. തീർച്ചയായും മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ എന്നുള്ളതൊക്കെ പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനമാണ് നടപ്പിലാക്കുക. അതിലൊരു നിലയ്ക്കും ആരുടെയും ഇടപെടൽ ഉണ്ടാവില്ല. അത് തീർത്തും പറയാം. പൂർണ്ണമായി പാർലമെന്ററി പാർട്ടിയെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. അവരുടെ തീരുമാനമായിരിക്കും ഇവിടെ പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും. എന്നത്തേക്കാണ് പാർലമെന്ററി പാർട്ടി ചേരുക? അതിപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണം എന്നാണ് മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ്. അതിന് തൊട്ട് ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ തീരുമാനമെടുക്കുക. അതേസമയം തൃശൂരിൽ LDF അടിത്തറ ഭദ്രമാണെന്ന് ജില്ലാ നേതൃത്വം പറയുന്നുണ്ടെങ്കിലും തോൽവിയെക്കുറിച്ച് പരിശോധിക്കുകയാണ് നേതൃത്വം. വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചത് തൃശൂർ ജില്ലയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തന്നെ ചുമതല കൊടുത്തിട്ടും കോർപ്പറേഷനിൽ 6 നിന്നും 8 2 സീറ്റുകൾ വർദ്ധിപ്പിച്ചെങ്കിലും പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാനാകാതെ പോയത് BJP ക്യാമ്പിനെയും നിരാശയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പറളിയിൽ LDF ഭരണത്തിലേറാൻ UDF കനിയണം. ആകെ 21 സീറ്റിൽ LDF 8, NDA 8, UDF 5 എന്ന ക്രമത്തിലാണ് നിലവിലെ അംഗങ്ങൾ. UDF പിന്തുണച്ചാൽ മാത്രമേ LDFന് ഭരണം തുടരാൻ കഴിയുള്ളൂ. 2020 3 സീറ്റ് നേടിയ കോൺഗ്രസിൻ്റെ സഹായത്താലാണ് LDF ഭരണം നടത്തിയത്. ഇത്തവണ UDF 5 സീറ്റ് നേടിയെങ്കിലും ഭരണത്തിലെത്താനുള്ള ഭൂരിപക്ഷമില്ല. 2020 തനിയാവർത്തനമായി ഇത്തവണയും LDF ഭരണക്കസേരയിലെത്താൻ UDFന്റെ ഔദാര്യത്തിന് കാത്തിരിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായതോടെ LDF കേന്ദ്രങ്ങൾ തിരക്കിട്ട ചർച്ചയിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ CPM നടത്തിയ ലീഗ് കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടാണ് CPMനെ മണ്ണൂരിൽ ദയനീയ നിലയിലാക്കി എത്തിച്ചതെന്ന് CPI ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ. 5-ാം വാർഡിൽ ലീഗിനെതിരെ മത്സരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 3 പ്രമുഖർ പരാജയപ്പെട്ടത് ആ പാർട്ടിക്കേറ്റ വലിയ തിരിച്ചടിയാണെന്നും തങ്കപ്പൻ പറഞ്ഞു. 5-ാം വാർഡിൽ ലീഗിനെതിരെ മത്സരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പ്രമുഖരായ 3 പേർ പരാജയപ്പെട്ടത് ആ പാർട്ടിക്കേറ്റ തിരിച്ചടിയാണെന്നും തങ്കപ്പൻ പറഞ്ഞു. CPMനെ ഭരണത്തിലേറ്റാമെന്ന വക്കാലത്തൊന്നും തങ്ങൾക്കില്ല. അർഹതപ്പെട്ട അംഗീകാരം തങ്ങൾക്ക് ലഭിക്കുന്നതുവരെ ഈ നില തുടരും. തങ്ങളുടെ വോട്ടൊന്നും ചോർന്നിട്ടില്ല. 5-ാം വാർഡിലായ 1417 പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. ജയിക്കുന്ന വാർഡ് തരാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് തനിച്ച് മത്സരിക്കേണ്ടി വന്നത്. 5 വാർഡുകളിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിൽ 2, 5, 12 വാർഡുകളിൽ CPI 2ാം സ്ഥാനം നേടാനായിട്ടുണ്ടെന്നും പറഞ്ഞു.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് ഗൗരവമായി ആലോചിക്കേണ്ടി വരുമെന്നും തങ്കപ്പൻ പറഞ്ഞു. ഞങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ തവണ അവർ നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ബലം അവർ ഈ തെരഞ്ഞെടുപ്പിൽ കൊയ്തു എന്ന് മാത്രമേ അതിൽ പറയാറുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 5 വാർഡുകൾ പരാജയപ്പെട്ടു എന്നത് സത്യമാണ്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം ലീഗ് ബിരിയാണി കച്ചവടം നടത്തണമെന്ന് പറഞ്ഞ് പരിഹരിച്ചിരുന്നവർ ആ CPM ഇപ്പോൾ എല്ലാ വാർഡുകളിലും ബിരിയാണി കച്ചവടം നടത്തിക്കൊണ്ടാണ് പോയിരുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ടല്ല ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, വോട്ട് കിട്ടാൻ എന്ത് വഴിയും സ്വീകരിക്കാൻ അവർ തയ്യാറായിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതിലൂടെയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് അവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണൂരിലെ ഇടതുപക്ഷ മൂല്യങ്ങളെക്കാൾ വലുത് ഞങ്ങളുടെ അധികാരം ഉറപ്പിക്കുക എന്നുള്ള ചിന്താഗതിയിലേക്ക് CPM പോയതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് മുന്നണി ചർച്ചകൾ പരാജയപ്പെട്ടത്. CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ, K വാസുദേവൻ, KV ദാസൻ, CPI രാമകൃഷ്ണൻ, AP ഉണ്ണികൃഷ്ണൻ, MR ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദേശമംഗലം പഞ്ചായത്ത് UDF പിടിച്ചതിന്റെ ഭാഗമായി UDFിന്റെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. 100 കണക്കിന് ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു. വിജയാഹ്ലാദ പ്രകടനത്തിൽ പടക്കം പൊട്ടിച്ചിൽ വ്യാപകമായി ഖുർആൻ ഏടുകൾ ഉപയോഗിച്ചതായി പരാതി. ചേലക്കര തോന്നൂക്കര പ്രദേശത്താണ് ശനിയാഴ്ച നടന്ന വിജയാഹ്ലാദത്തിൽ പൊട്ടിച്ച പടക്കത്തിൽ ഖുർആൻ ഏടുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശവാസികളും രാഷ്ട്രീയ പ്രവർത്തകരും നടത്തിയ അന്വേഷണത്തിൽ തോന്നൂർക്കര പടക്ക ഷോപ്പിൽ നിന്നും ഇത് വാങ്ങിയെന്നാണ് അറിയുന്നത്. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ വ്യാപകമായി പടക്കങ്ങളിൽ ഖുർആൻ ഏടുകൾ കണ്ടെത്തുകയും ചെയ്തു. ഒരു മതവിഭാഗത്തെ അവഹേളിക്കുന്ന രീതിയിലുണ്ടായ സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും മഹല്ല നിവാസികളും മറ്റ് മുസ്ലിം സംഘടനകളും STPIയും രംഗത്ത് വന്നു. എന്നാൽ FIR തയ്യാറാക്കി കേസെടുക്കാൻ ശനിയാഴ്ച ചേലക്കര പോലീസ് തയ്യാറായില്ല. മുസ്ലിം മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുണ്ടായ സംഭവത്തിൽ പോലീസ് മൗനം അവലംബിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്ന് മഹല്ല നിവാസികളും STPI നേതാക്കളും അറിയിച്ചതിനെ തുടർന്നാണ് ഞായറാഴ്ച വൈകിട്ട് പോലീസ് കേസെടുക്കുകയും FIR ഇടുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. നാട്ടിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇത്തരം നിർമ്മിതികൾ നടത്തിയിട്ടുള്ള ദുരുദ്ദേശത്തോടു കൂടി നടത്തിയിട്ടുള്ള ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുത്ത് മാതൃകാപരമായി അവരെ ശിക്ഷിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ രാജ്യത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു മതസമൂഹത്തെ വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളും നിയമപാലകരിലും വിശ്വസിക്കുന്നു. ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ പരാതി കൊടുത്ത് അതിൻ്റെ റെസീറ്റ് കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കർശന നടപടികളുമായി അധികാരികൾ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ശക്തമായ സമരവുമായിട്ട് തെരുവോരങ്ങളിൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഒറ്റയാൾ പോരാട്ടത്തിനായി ഇറങ്ങി വെണ്ടിക്കൊടി പാറിച്ചിരിക്കുകയാണ് ഗ്രീഷ്മ. പൂർണ്ണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗ്രീഷ്മ 8ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് 92 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. പതിറ്റാണ്ടുകളായി ഒരു സമുദായത്തിനും പ്രദേശത്തിനും അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിച്ചപ്പോൾ അത് ചോദ്യം ചെയ്യാനായി സമുദായത്തിൽ നിന്ന് തന്നെ പ്രതിനിധിയായി ഗ്രീഷ്മ പോരാട്ടത്തിനിറങ്ങിയത്. സ്വതന്ത്രയായി പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും ഞെട്ടിച്ച് രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത തികച്ചും ഗ്രാമീണ ശൈലിയിൽ വളർന്ന സാമ്പത്തികമായി ഏറെ പിന്നി നിൽക്കുന്ന യുവതി കന്നിയംഗത്തിൽ വെണ്ണിക്കൊടി പാറിച്ചത് പഞ്ചായത്തിൽ പരക്കെ ചർച്ചയായി. പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിലെ 8ാം വാർഡിൽ കാവുതിയാമ്പറമ്പിൽ നിന്നും 92 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഗ്രീഷ്മയാണ് നാട്ടുകാർക്കിടയിൽ ചർച്ചയായത്. വാർഡിൽ LDF, UDF, BJP എന്നീ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം പിന്തള്ളിയാണ് ഗ്രീഷ്മ ജയിച്ചു കയറിയത്. ഇവിടെ 2ാം സ്ഥാനം BJPക്കാണ്. വീരശൈവ വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശമാണ് കവുതിയാമ്പറമ്പ്. ഇവിടേക്ക് വാഹനം വരാവുന്ന റോഡില്ല, അനുബന്ധ സൗകര്യങ്ങളൊന്നുമില്ല. 2.5 മാസം മുമ്പ് മരണപ്പെട്ട പിതാവിനെ രോഗചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസിന് കടന്നുവരാൻ വഴി തടസ്സമായി. അതിനു മുമ്പ് രോഗിയായ മുത്തശ്ശിക്ക് കിടക്കാൻ വാട്ടർ ബെഡ് ആവശ്യപ്പെട്ടെങ്കിലും നിഷേധിച്ചു. സ്വാതന്ത്ര്യ പ്രവർത്തകരുടെ ഒരു സഹായവും ലഭിച്ചില്ല. ഇത്തരം അവഗണനയിൽ മനമെടുത്ത് ഇതിനെല്ലാം ചോദ്യം ചെയ്യാനും അർഹതപ്പെട്ടവരുടെ അവകാശം നേടിയെടുക്കാനുമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ മത്സരത്തിനിറങ്ങിയെന്നാണ് ഗ്രീഷ്മ പറയുന്നത്. പഞ്ചായത്തിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഗ്രീഷ്മയുടെ പിന്തുണ എല്ലാവർക്കും ആവശ്യമാണ്. അത്തരം സാഹചര്യത്തിൽ നാട്ടുകാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുകയുള്ളെന്നും
ഗ്രീഷ്മ പറഞ്ഞു. ഞാൻ ഇതിലേക്ക് മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഒരൊറ്റ വ്യക്തിയാണ് എന്നെ പിന്തുണച്ചുകൊണ്ട് ഒരു 400 ജനവിഭാഗം 400 ജനത എൻ്റെ ബാക്കിലുണ്ട്. അവരുടെ ജനഹിതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഈ ജനതയുടെ അഭിലാഷങ്ങളാണ് എന്നെ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചത്. യാതൊരുവിധ പാർട്ടിയുടെയും പിൻബലമില്ലാതെ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ച എല്ലാവർക്കും നന്ദി. ഇവരുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ശ്രമിക്കുകയും ചെയ്യുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര പഞ്ചായത്ത് ഇനി LDF ഭരിക്കും. ആകെയുള്ള 15 സീറ്റിൽ 11 സീറ്റും പിടിച്ചെടുത്താണ് LDF മുന്നേറ്റം. ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു, ഈ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള വികസന വിരുദ്ധതയ്ക്കെതിരെ, ഈ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരെ വലിയ പ്രതിഷേധം ഈ മങ്കരയിലുള്ള ജനവിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. 15 വാർഡുകളിൽ 11 വാർഡുകളിൽ പിടിച്ചെടുത്തുവെന്ന് മാത്രമല്ല 5 വാർഡുകളും ഈ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള 5 വാർഡുകളാണ് ഇത്തവണ CPM പിടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ 7 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് 2 വാർഡിലേക്ക് കൂട്ടുകുത്തുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഭരണത്തിലുണ്ടായിരുന്ന UDF ദയനീയമായി പരാജയപ്പെട്ടു. 2 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. BJP 1-ൽ നിന്നും 2-ലേക്ക് ഉയർന്നു. 11 സീറ്റ് ഭൂരിപക്ഷമുള്ള LDF ഇനി ഭരണത്തിലേറും. UDFിൻ്റെ ദുർഭരണവും കേടുകാര്യസ്ഥതയുമാണ് LDFിന് നേട്ടമുണ്ടായതെന്നും ഇനി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകുമെന്നും CPM ലോക്കൽ സെക്രട്ടറി ER ശശി പറഞ്ഞു. മത്സരിച്ച ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മങ്കരയിൽ നടന്ന പടുകൂട്ടിൻ പ്രകടനത്തിന് 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു പ്രകടനം. മങ്കര വെള്ള റോഡിൽ നിന്നും ആരംഭിച്ച് പ്രകടനം 2 കിലോമീറ്റർ സഞ്ചരിച്ച് മാങ്കുരിശ്ശിയിൽ സമാപിച്ചു. LC സെക്രട്ടറി ER ശശി, ചന്താമര, CM അബ്ദുൾ റഹ്മാൻ, OM മോഹൻരാജ്, KG അനീഷ്, KK രാധാകൃഷ്ണൻ, MS ഹരിദാസ്, KS മനോഹരൻ, PP സദാശിവൻ, ഉദയപ്രകാശ്, M നാരായണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് വിജയികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 2 പതിറ്റാണ്ടോളം CPM അംഗവും പൊൽപ്പുള്ളി പഞ്ചായത്തിലെ നിലവിലെ പ്രസിഡന്റുമായ ബാലഗംഗാധരൻ CPM ബന്ധം ഉപേക്ഷിച്ചു. BJPയിൽ ചേർന്ന ബാലഗംഗാധരൻ ജില്ലാ ഓഫീസിൽ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. 20 വർഷം CPM ബ്രാഞ്ച് അംഗമായിരുന്ന ബാലഗംഗാധരൻ പൊൽപ്പുള്ളി പഞ്ചായത്തിലെ ജനകീയ മുഖമാണ്. ആശയഘടനയിൽ നിന്നകന്ന CPM വ്യക്തി അധിഷ്ഠിതമായെന്ന് ബാലഗംഗാധരൻ പറഞ്ഞു. തെറ്റുകൾക്കെതിരെ പ്രതികരിച്ചപ്പോഴെല്ലാം പാർട്ടി എപ്പോഴും മാറ്റി നിർത്തി. CPMനോട് അതൃപ്തിയുള്ള നിരവധി പേരുണ്ടെന്നും വൈകാതെ അവരും CPM ബന്ധം ഉപേക്ഷിക്കുമെന്നും ബാലഗംഗാധരൻ കൂട്ടിച്ചേർത്തു. നമ്മുടെ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളെല്ലാം വരികയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നു. ഇങ്ങനെ പല കേന്ദ്ര ഫണ്ടുകളും ജനങ്ങളുടെ മുമ്പിൽ അവർ എത്തിക്കുന്നില്ല. ഞാൻ BJPയുടെ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെന്നൊരു താല്പര്യത്തോടു കൂടി സമുന്നതരായ BJP നേതാക്കന്മാരോട് ഞാൻ സൂചന കൊടുത്തു. അപ്പോൾ അവർ സൂചിപ്പിച്ചു. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഞാൻ എടുക്കാം എന്നവരോട് ബോധ്യപ്പെടുത്തി. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൂടി ആലോചിച്ച ശേഷം പറയാമെന്ന് പറയുകയും അവർ കൂടി ആലോചിച്ച് എനിക്കൊരു മെമ്പർഷിപ്പ് തരാനുള്ള സാഹചര്യമുണ്ട്, ഞങ്ങൾ വന്ന് തരാം എന്ന് പറഞ്ഞതും അപ്പോൾ അവരുടെ എല്ലാവരുടെയും സഹായത്തിൽ ഞാൻ പറഞ്ഞത് അവർ കേൾക്കുകയും എനിക്ക് മെമ്പർഷിപ്പിനുള്ള തരാനുള്ളവർ അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. CPM ഉൾപ്പെടെ വിവിധ പാർട്ടികളിലുള്ള നേതാക്കളും അണികളും BJP നേതൃത്വവുമായി ചർച്ച നടത്തുന്നുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഇവരിൽ പലരും ഉടൻ തന്നെ BJPയിലേക്ക് വരുമെന്നും ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി മുളഞ്ഞൂരിൽ വയലിലെ വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് 66-കാരൻ മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. 70 വയസ്സുള്ള കൊറക്കാട്ടുകുണ്ടിൽ ബാലകൃഷ്ണനാണ് അറസ്റ്റിലായത്. കുന്നത്ത് വീട്ടിൽ രാധാകൃഷ്ണനാണ് ഷോക്കേറ്റ് മരിച്ചത്. മുളഞ്ഞൂർ വെട്ടുകാട് പാടത്താണ് വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചത്. കുന്നത്ത് വീട്ടിൽ രാധാകൃഷ്ണനാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് പാടത്ത് രാധാകൃഷ്ണനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ പാടത്ത് കൃഷി നടത്തിക്കൊണ്ടിരുന്ന ബാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയ രാധാകൃഷ്ണനെ കാണാതാവുകയായിരുന്നു. രാധാകൃഷ്ണന്റെ വീടിന്റെ 200 മീറ്റർ അപ്പുറത്താണ് പാടം.
പന്നിശല്യത്തെ തുടർന്ന് സ്ഥാപിച്ചതാകാം വൈദ്യുതി വേലി എന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ സംഭവസ്ഥലത്തു നിന്ന് വൈദ്യുതി കമ്പികളോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിവരം. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് 30 ലക്ഷത്തോളം വില വരുന്ന മണ്ണുമാന്തി യന്ത്രം തീയിട്ട് നശിപ്പിച്ചു. സംഭവത്തിൽ മറ്റൊരു മണ്ണുമാന്തി യന്ത്രത്തിൽ സഹായി തൊഴിലെടുക്കുന്ന തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി ഇസക്കി രാജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് കണ്ണയമ്പുറത്ത് നിർത്തിയിട്ടിരുന്ന എക്സ്കവേറ്റർ തോട്ടിലേക്ക് ഇറക്കിയ ശേഷം കത്തിച്ചത്. എക്സ്കവേറ്ററിന്റെ ഓപ്പറേറ്ററും ഇസക്കി രാജും തമ്മിൽ നടന്ന തർക്കത്തിന്റെ വൈരാഗ്യമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഷൊർണൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. അപ്പോഴേക്കും യന്ത്രം പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. ലക്കിടി സ്വദേശിയായ ഉടമയുടെ പരാതിയിലാണ് പോലീസ് നടപടി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാടനാകുറിശി റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡിലെ ടാറിംഗ് പ്രവൃത്തികൾക്ക് മുന്നോടിയായിട്ടുള്ള ലെവലിംഗ് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പാലത്തിൻ്റെ 80% പ്രവൃത്തികളും പൂർത്തിയായിട്ടുണ്ട്. 2026 ജനുവരി അവസാനത്തോടെ പാലം നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിവെച്ച് 4 വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ വാടനാകുറിശി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു എന്ന് വേണം പറയാൻ. ഇത്രയും കാലയളവിൽ 80% പ്രവൃത്തികൾ പൂർത്തിയാക്കാനായിട്ടുണ്ട്. പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ടാറിംഗ് പ്രവൃത്തികളുടെ മുന്നോടിയായുള്ള ലെവലിംഗ് പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. ഇതോടൊപ്പം കോൺക്രീറ്റിലുള്ള സൈഡ് വാൾവിൻ്റെ നിർമ്മാണവും പൂർത്തിയാക്കാനുണ്ട്. ഇരുവശത്തെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 650 മീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. പാലത്തിന് 7.5 മീറ്റർ വീതിയും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ട്. ഇതിൻ്റെ കൈവരി ഭിത്തികളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. പാലത്തിന് മുകളിലെ ഒരു ലെയർ ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അപ്രോച്ച് റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തികൾക്കൊപ്പം പാലത്തിന് മുകളിൽ 2ാമത്തെ ലെയർ ടാറിംഗ് പ്രവൃത്തികൾ നടപ്പാക്കുകയുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ പാലത്തിൽ പെയിൻറ്റിംഗ് പ്രവൃത്തികളും ആരംഭിക്കാനാകും. 2026 ജനുവരി അവസാനത്തോടുകൂടി പാലം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിൻ്റെ KPS മേനോൻ മെമ്മോറിയൽ അവാർഡുകൾ ഈ മാസം 18-ന് ഒറ്റപ്പാലത്ത് സമ്മാനിക്കും. 2024-25 വർഷത്തെ പുരസ്കാരങ്ങൾ ഇത്തവണ ഒരുമിച്ചാണ് നൽകുന്നതെന്ന് ട്രസ്റ്റ് ചെയർമാൻ PT നരേന്ദ്രമേനോൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2024 അവാർഡ് ചിത്ര വിശ്വേശ്വരനും 2025 പുരസ്കാരം K മാധവനുമാണ് സമ്മാനിക്കുക. രാവിലെ 11:30 കണ്ണയമ്പുറം CSN ഓഡിറ്റോറിയത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്ത പുരസ്കാരങ്ങൾ നൽകുമെന്ന് PT നരേന്ദ്രമേനോൻ അറിയിച്ചു. 2 കൊല്ലത്തെ അവാർഡ് ഒന്നിച്ചിട്ടാണ് കൊടുക്കുന്നത്. 24 അവാർഡ് ശ്രീമതി ചിത്ര വിശ്വേശ്വരൻ, ഫേമസ് ഭരതനാട്യം ഡാൻസറാണ്. 2ാമത്തെ അവാർഡ് 25ാമത്തെ അവാർഡ് ശ്രീ K മാധവൻ, പണ്ട് ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. അതിനുശേഷം മദ്രാസിലത്തെ മറ്റൊരു പ്രശസ്തി നടത്തിയ ദിവ്യ വേണുഗോപാലിൻ്റെ ഭരതനാട്യം പെർഫോമൻസ് ഉണ്ട്. അവാർഡ് തുക 50,000 രൂപയാണ്. പിന്നെ ബഹുമതി പത്രമുണ്ട്, പ്ലാക്കുണ്ട്, സൈറ്റേഷൻ ഉണ്ട്. ഒറ്റപ്പാലം സബ് കളക്ടർ അജിത് കുമാർ KPS മേനോൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA പങ്കെടുക്കും. പുരസ്കാരദാന ചടങ്ങിന് ശേഷം ദിവ്യ വേണുഗോപാൽ അവതരിപ്പിക്കുന്ന ഭരതനാട്യം അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി EP ചിത്രേഷ് നായർ, CP ബൈജു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ എരിമയൂർ മുരളിയാണ് യജ്ഞാചാര്യൻ. 21-ന് യജ്ഞം സമാപിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹര ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ. കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ചു. ഞായറാഴ്ച വൈകിട്ട് ആചാര്യവരണം, ശ്രീകൃഷ്ണ വിഗ്രഹസ്ഥാപനം, തുടർന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. ബ്രഹ്മശ്രീ എരിമയൂർ മുരളിയാണ് യജ്ഞാചാര്യൻ.
ബ്രഹ്മശ്രീ കല്ലായി വിഷ്ണു നമ്പൂതിരി, ബ്രഹ്മശ്രീ തലപ്പണ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരുമാണ്. 14 ആരംഭിച്ച യജ്ഞം ഈ മാസം 21 വരെ നീണ്ടു നിൽക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ക്രിസ്തുമസിന്റെ വരവറിയിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട ഷൊർണൂർ BEMLP സ്കൂൾ വിവിധ പരിപാടികളോടെ 2 ദിവസങ്ങളായാണ് ആഘോഷം. നിയുക്ത കൗൺസിലർ മുഹമ്മദ് ആഷിഖ് ഉൾപ്പെടെയുള്ളവർ ക്രിസ്മസ് പാപ്പായെ കാണാൻ സ്കൂളിലെത്തിയിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി 2 ദിവസത്തെ വ്യത്യസ്തമാർന്ന ആഘോഷ പരിപാടികളാണ് ഷൊർണൂരിലെ BEMLP സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ സ്കൂൾ HM നിഖില മിത്രൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ BRCയിലെ CRCC ദിവ്യ സംസാരിച്ചു. ക്രിസ്മസ് ഗാനങ്ങൾ, ഡാൻസ് എന്നിവയോടെ ക്രിസ്മസ് ആഘോഷം കൂടുതൽ കളറാക്കി. കേക്ക് മുറിക്കൽ, ക്രിസ്മസ് വിരുന്ന്, ക്രിസ്മസ് ട്രീ എന്നിവ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. ആഘോഷ പരിപാടിക്കിടെ ക്രിസ്മസ് പാപ്പയെയും കുട്ടികളെയും കാണാൻ നിയുക്ത കൗൺസിലർ മുഹമ്മദ് ആഷിഖും പിന്നീട് നഗരസഭയിലെ ക്ലീൻ സിറ്റി മാനേജർ P. ശിവൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, ശുചീകരണ തൊഴിലാളികളും എത്തിയത് കുട്ടികൾക്ക് ഏറെ ആവേശമായി. മുഹമ്മദ് ആഷിഖ് കുട്ടികൾക്ക് മിഠായികളും വിതരണം ചെയ്തു. ആഘോഷത്തിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ റവറൻഡ് ഫാദർ പ്രിൻസ് ജോർജ് ക്രിസ്മസ് സന്ദേശം നൽകാനെത്തും. കുട്ടികളുടെ ടാബ്ലോയും ഉണ്ടായിരിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പാലക്കാട് ഘടകത്തിൻ്റെ 38ാമത് സ്ഥാനാരോഹണ ചടങ്ങ് 16 നടക്കും. വൈകിട്ട് 7 ഷോർട്ട് പാലസ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ ASP രാജേഷ് കുമാർ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സല്യൂട്ട് ദ സൈലന്റ് സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത A. അക്ബറിനെ ചടങ്ങിൽ ആദരിക്കും. പാലക്കാട് പട്ടണത്തിൽ രാപ്പകലില്ലാതെ സഞ്ചരിക്കുന്ന ടയർ പഞ്ചറൊട്ടിക്കൽ സേവനം ചെയ്യുന്നതിനാണ് A. അക്ബറിനെ ആദരിക്കുന്നതെന്ന് നിയുക്ത JCI പ്രസിഡന്റ് മുഹമ്മദ് ഷനൂബ് പറഞ്ഞു. 1915 അമേരിക്കയിൽ രൂപീകൃതമായ JCI ഇന്ന് ലോകത്ത് 140 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. സാമൂഹ്യ സേവനം, സംരംഭക പ്രോത്സാഹനം, ആരോഗ്യ ബോധവൽക്കരണം, വിദ്യാഭ്യാസ സഹായം, സ്ത്രീ ശാക്തീകരണം, യുവജനങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വം, സേവന മനോഭാവം തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ ശക്തമായ വേദിയാകുന്ന പ്രസ്ഥാനമാണ് JCI. വൈകിട്ട് 7 ഫോർട്ട് പാലസ് ഹോട്ടലിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ASP രാജേഷ് കുമാർ മുഖ്യാതിഥിയാകും. മേഖലാ പ്രസിഡന്റ് മീര മേനോൻ, ദേശീയ ഉപാധ്യക്ഷൻ പ്രജിത്ത് വിശ്വനാഥൻ, മേഖലാ വൈസ് പ്രസിഡന്റ് അംബിക തുടങ്ങിയവർ പങ്കെടുക്കും. പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇപ്പോഴത്തെ ദേശീയ വൈസ് പ്രസിഡന്റ് JFS പ്രദീപ് സാർ നാളെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ കറന്റ് മേഖലാ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്, JCI സെനറ്റർ മീര മേനോൻ. ഇവരെല്ലാവരും വലിയൊരു പരിപാടിയാണ് നാളെ നടക്കുന്നത്. അതേപോലെ നമ്മുടെ എല്ലാവരുടെയും പാലക്കാട് പ്രിയങ്കനും അതേപോലെ JCIയുടെ ഏറ്റവും മുതിർന്ന നേതാവുമായിട്ടുള്ള JACയുടെ വൈസ് ചെയർമാൻ നിഖിൽജിയും നമ്മുടെ മെമ്പറാണ്. അതേപോലെ നാളെ നിഖിൽജിയുടെ പ്രസൻസും ഫുൾ ടൈം അവിടെ ഉണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആദർശ് അരവിന്ദ്, സെക്രട്ടറി വൈഷ്ണവ്, ട്രഷറർ പ്രശോഭ്, ശ്രീഹരി, നിഖിൽ കൊടിയത്തൂർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ജനവിധിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന അനുമാനത്തിലാണ് CPI. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വൻ തോൽവിയുടെ തുടർച്ചയാണ് വിശേഷിപ്പിക്കാവുന്ന തിരിച്ചടിയെന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായതെന്ന് പാർട്ടി വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ വികാരമോ? മാറ്റിവിളിക്ക്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മളൊക്കെ പൊളിറ്റിക്സിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ CPMന് വലിയൊരു തകർച്ചയിലേക്കാണ് പോക്ക്. UDFന്റെ വലിയൊരു തരംഗം കേരളത്തിലുടനീളം അലയടിക്കുന്നുണ്ട്. നമ്മൾ പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിലും ബൈ ഇലക്ഷൻ ആണെങ്കിലും കേരള കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ CPMന്റെ വലിയൊരു തകർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ്. തികച്ചും ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അടുത്ത നിയമസഭയിലേക്ക് ഇലക്ഷനിൽ UDF വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ തന്നെ കണ്ടത്. കാരണം ഭരിക്കുന്നവർക്കെതിരുള്ളൊരു വികാരം അത് വളരെ സ്പഷ്ടമായി വ്യക്തമാവുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് വന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ
ഭരണപക്ഷത്തായിട്ട് കൂടെ ഇടതുപക്ഷം തരക്കെടില്ലാത്ത രീതിയിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമെല്ലാം നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിരുന്നു. തുടർഭരണത്തിൻ്റെ ചില വിലയിരുത്തലുകൾ എന്ന് പറയുന്നതിനപ്പുറം കേരളത്തിലെ രാഷ്ട്രീയ രംഗം നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. നോർമലി ഒരു പ്രാവശ്യം ഭരിച്ചവർക്കെതിരെ അടുത്ത പ്രാവശ്യം വരുന്ന ജനവിധി, അത്തരത്തിലുള്ള ഒരു ജനവിധി മാത്രമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെയും നോക്കിക്കാണാൻ കഴിയുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ മേയറെ തെരഞ്ഞെടുക്കുന്നതിനായി കോൺഗ്രസിൽ ചൂടുപിടിച്ച ചർച്ച. പ്രധാനമായും പരിഗണിക്കുന്നത് 5 പേരുകൾ. ഇത്തവണ മേയർ വനിതയായതിനാൽ LDF ശക്തി കേന്ദ്രമായ ലാലൂരിൽ ഇടതു മേയർ സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ച ലാലി ജെയിംസിന് കൂടുതൽ സാധ്യത. ബൈജു വർഗീസോ M പ്രസാദോ ഡെപ്യൂട്ടി മേയറാകുമെന്ന് സൂചന. വാടനാകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 80% പ്രവൃത്തിയും പൂർത്തിയായി. ജനുവരി അവസാനത്തോടെ ROB നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. LDFനും NDAയ്ക്കും തുല്യ സീറ്റുകളുള്ള പറളിയിൽ UDF നിലപാട് നിർണായകം. മണ്ണൂരിൽ ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടിക്ക് ഉത്തരവാദി CPM എന്ന് CPI. ചേലക്കരയിൽ വിജയാഹ്ലാദ പ്രകടനത്തിൽ ഖുറാൻ ഏടുകൾ ഉപയോഗിച്ച് ചുറ്റിയ പടക്കങ്ങൾ ഉപയോഗിച്ചത് വിവാദമാകുന്നു. ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ലക്കിടി മുളഞ്ഞൂരിൽ വയലിലെ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായ കർഷകനായ ബാലകൃഷ്ണൻ. വൈദ്യുതി വേലി സ്ഥാപിച്ചത് പന്നിശല്യത്തെ തുടർന്നെന്ന് സൂചന. ഒറ്റപ്പാലം കണ്ണേപ്പുറത്ത് 30 ലക്ഷത്തോളം വില വരുന്ന മണ്ണുമാന്തി യന്ത്രം തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. 2 പതിറ്റാണ്ടോളം CPI അംഗവും നിലവിൽ പൊൽപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമായ ബാലഗംഗാധരൻ BJPയിൽ. കൂടുതൽ പേർ വിവിധ പാർട്ടികൾ വിട്ട് BJPയിൽ ചേരാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ടെന്ന് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ആശയഘടനയിൽ നിന്നും അകന്ന CPM വ്യക്തികളുടെ പാർട്ടിയായെന്ന് ബാലഗംഗാധരൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.